ഹായ്. ആരൊക്കെ സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 കാണാൻ തുടങ്ങി? ഞങ്ങൾ ഇവിടെ സീസൺ 1 ആദ്യം മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സീസൺ 4 ഇറങ്ങിയത് 3 വർഷം മുമ്പായതുകൊണ്ട് ഞങ്ങൾക്ക് ആക്ച്വലി ഒന്നും ഓർമ്മയില്ല കഥ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ആദ്യം മുതൽ കാണാമെന്ന്. അപ്പോൾ ഇന്നലെ ഫ്രൈഡേ നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ രാത്രി സീസൺ 1 ഇരുന്ന് ഫുൾ ബിഞ്ച് വാച്ച് ചെയ്തു. അപ്പോൾ കണ്ട് കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ നല്ലവണ്ണം വൈകി. അതുകൊണ്ട് ഇന്ന് രാവിലെ ശനിയാഴ്ച രാവിലെ ഞങ്ങൾ എണീറ്റത് രാവിലെ 10:30 ആയി കേട്ടോ. അപ്പോൾ എണീറ്റ ഉടനെ വേഗം ദോശയും ചട്നിയും തട്ടിക്കൂട്ടിയിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം വേഗം പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ആൾക്ക് സദ്യ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ സാധാരണ ലഞ്ച് തന്നെ ഉണ്ടാക്കി, പക്ഷേ വെജായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ മോരൊഴിച്ച് കൂട്ടാനുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് വലിയ വഴുതനങ്ങ നമ്മൾ മീൻ വറുക്കണ പോലെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് എണ്ണയിൽ വറുത്തെടുത്തു. പിന്നെ ഇന്നലത്തെ ചുവന്ന ചീര കുറച്ച് ബാക്കിയിരിക്കുന്നുണ്ടായിരുന്നു, അതും ഒരു ഉപ്പേരിയാക്കി. പിന്നെ ഇന്ന് പിറന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്നാൽ ഒരു കാര്യം ചെയ്യാൻ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സേമിയ പായസമാണ് വെച്ചത്. സേമിയ പായസം ഞാൻ വെച്ചിട്ട് ഒരു 2 വർഷമൊക്കെ ആയി. അപ്പോൾ എന്നും ഇവിടെ അരി കൊണ്ടുള്ള പാൽപ്പായസമാണ് കേട്ടോ വയ്ക്കാറ്. അപ്പോൾ ഒരു ചേഞ്ചിന് സേമിയ പായസം വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഞാൻ പറഞ്ഞ പോലെ ചോറും മോരൊഴിച്ച് കൂട്ടാനും ചീരുപ്പേരിയും വഴുതനങ്ങ ഫ്രൈയും പുളിയിഞ്ചിയും പിന്നെ സേമിയ പായസമായിരുന്നു. കഴിഞ്ഞപ്പോഴേക്കൊക്കെ 3:30 ആയി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. രാത്രിക്കുള്ള ഡിന്നർ ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ചു കേട്ടോ. എന്നിട്ട് മടങ്ങും വഴി ഒരു ചായയും കുറച്ച് സ്നാക്സും കഴിച്ച് മടങ്ങി. അപ്പം നാളെ കാണാം.